ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങയിട്ട് വെച്ച് നല്ല തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫിലോപ്പി മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു വലിയ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമായിട്ട് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറുപുള്ളി നല്ല ചെറുതായി അരിഞ്ഞ് വെച്ചത്, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ദെൻ മാങ്ങ. അതൊരു മാങ്ങ മുഴുവനായിട്ട് ഞാൻ നീളത്തിലരിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് ലേശം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ബാക്കി പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ പൊടികളായിട്ട് അതിന് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പച്ചവെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമ്മളിത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. നല്ല അടിപൊളിയാണ് ആ മണം. ഇതെല്ലാം നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മളവിടെ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ചുറ്റിക്കാം. ചുറ്റിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പം നോക്കിക്കേ, കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വയ്ക്കുന്ന 1-ാം പാലുണ്ടല്ലോ, അത് പതിയെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് കറി അങ്ങനെ ഒരുപാട് അങ്ങനെ തിളയ്ക്കേണ്ട കേട്ടോ. ഒന്ന് ചെറു ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറുപുള്ളി താളിച്ചിടുകയാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. അതും കൂടി നന്നായി എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കളറൊന്ന് ഇങ്ങനെ മഞ്ഞച്ചിരിക്കുന്നതിനേക്കാൾ കുറച്ചൊരു ചുവപ്പ് കളർ വരാനായിട്ട് ആ നേരത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ താളിച്ചത് ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.